അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഊട്ടിയിൽ പോയി എന്ന് പറഞ്ഞങ്ങാണ്ട് വീഡിയോ ഇട്ടില്ല, അതിൽ പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇന്നുള്ളത്. നമ്മൾ ടീ ഫാക്ടറിക്ക് ഊട്ടിയിൽ നിന്ന് കയറാൻ പോവുകയാണ്. കുറേ വട്ടം കയറിയതൊക്കെ തന്നെയാണ്, പക്ഷേ ഒന്ന് സ്കൂളിൽ നിന്ന് പോയപ്പോഴാണ്. പിന്നെ 2-3 വട്ടമൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ശരിക്ക് ഒന്ന് കാണാനൊന്നും പറ്റിയില്ല, കാരണം ഇങ്ങനെ വരിക്ക് ഇങ്ങനെ പോവുമല്ലേ. അപ്പോൾ ശരിക്കും അതിൻ്റെ യന്ത്രങ്ങളും ശരിക്കുള്ള പ്രോസസ്സൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു. ഇതിൽ എഴുതിയിട്ടുള്ളത് ടീ ഫാക്ടറി ആദ്യമായിട്ട് കൊണ്ടുവന്നതും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിൻ്റെ യന്ത്രങ്ങളൊക്കെ വന്ന ചരിത്രമൊക്കെയാണ് കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. കുറച്ചൊക്കെ മനസ്സിലായി, ചിലതൊന്നും മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ ഇന്ന് തിരക്ക് പറ്റ കുറവാണ്, ചെറിയ തോതിൽ തിരക്കുള്ളൂ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വരിക്ക് ഇങ്ങനെ പോവാണ്. 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് തേയില ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ക്രഷ് ചെയ്ത് പോകുന്നുണ്ട് യന്ത്രങ്ങളിലൂടെ. അങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. മെല്ലെ മെല്ലെയാണ് കണ്ടിറങ്ങുന്നത്. ഇത് നമ്മൾ കുറച്ച് സ്പീഡിലാക്കിയെന്നുള്ളൂ. പല യന്ത്രങ്ങളിലായിക്കൊണ്ട് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടുന്ന ചായപ്പൊടിയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പ്രത്യേകം എടുത്ത് പറയാനല്ലേ ചോദിച്ചാൽ ചായപ്പൊടിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ച് കയറും മൂക്കിലോട്ട്. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഈ ഇലക്കൊക്കെ ഇട്ട ചായപ്പൊടിയുടെ ആ സ്മെല്ലിങ്ങനെ അടിച്ച് കയറും. നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്മെല്ല്. ഇപ്പോഴത്തെ കണ്ടോ, ഓരോ യന്ത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ അത്ഭുതമാണ്. കാരണം ഇതിൽ നിന്നൊക്കെ ഓരോ മെഷീനുകൾ, ഒന്ന് പൊടിക്കാൻ, ഒന്ന് തരിക്കാൻ, അങ്ങനെ പല മെഷീനുകൾ ലാസ്റ്റ് പാക്കാക്കിയിട്ട് കണ്ടില്ലേ, പാക്കാക്കിയിട്ട് ഇങ്ങനെ വരും. ലാസ്റ്റ് ഓരോ വലിയ തരി വേറെ അരിക്കാൻ, അതിൻ്റെ ചെറുത് വേറെ അരിക്കാൻ, അങ്ങനെയൊക്കെ പല യന്ത്രങ്ങളാണ് ഇതിൽ കാണുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് അവിടെ നിന്നൊരു ചായ തന്നതിൻ്റെ റബ്ബേ ഒരു രക്ഷയില്ല. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സ്റ്റോറുണ്ട് അവിടെ, ഒരുപാട് ചായപ്പൊടി ഐറ്റംസ് ഉണ്ട്. മസാല ചായയുടെ പൊടിയുണ്ട്, അതേപോലെ തന്നെ ചോക്ലേറ്റ് ചായയുടെ പൊടിയുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് 2 ചായപ്പൊടി കിറ്റ് വാങ്ങി. ഒന്ന് ഈ മസാല ചായയുടെയും പിന്നെ ഈ ഏലക്കായൊക്കെ ഇട്ട ചായപ്പൊടിയുടെ ഐറ്റം വാങ്ങി നമ്മൾ. പിന്നെ അവിടുന്ന് നമ്മൾ പോന്നു. പിന്നെ നമ്മൾ പോകുന്ന ചോക്ലേറ്റ് ഫാക്ടറിക്കാണ്. അവിടെയും തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മധുരം നമുക്ക് തരുന്നതാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു അത് കഴിച്ചപ്പോൾ. നമ്മൾ കഴിക്കാത്ത തരത്തിലുള്ള ഒരു ചോക്ലേറ്റാണ് ഈ ചേച്ചിയാണ് നമുക്ക് തന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് തിരക്കായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വെള്ള നിറത്തിലും കാപ്പി നിറത്തിലും ഒക്കെ പല പെട്ടികളിലായിക്കൊണ്ട് പല ഡിസൈനുകളിലാണ് ചോക്ലേറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതോ പല ഫ്ലേവറിലാണ് വന്നിട്ടുള്ളത്. നട്ട്സ് ഉള്ളത്, നട്ട്സ് ഇല്ലാത്തത്, അങ്ങനെ പല രൂപത്തിൽ. നമ്മളത് വാങ്ങാൻ വേണ്ടി കുറേ നിന്നു, പക്ഷേ വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും തിരക്ക് കാരണം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഈ ഭാഗത്ത് ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു. സെയിൽസ് ഗേൾസൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ ചോക്ലേറ്റ് വാങ്ങാതെ നിരാശയോടെ പോരുകയാണ് ചെയ്തത്. പിന്നെ കണ്ടില്ലേ, ഓരോ തരത്തിലുള്ള പല ഫ്ലേവറിലാണ് ഇവിടെ ചോക്ലേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാ വാങ്ങണ്ടേന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ വരുന്നുണ്ട്, നമുക്ക് ആവശ്യമായ കോട്ടുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ ചെറിയ ബാഗ്സ്, അങ്ങനെ ചെറിയ വസ്തുക്കളൊക്കെ അല്ലേ ഒരു സ്റ്റോർ വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ചെറിയൊരു ഹാൻഡ് ബാഗ് പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ ഊട്ടിയിൽ വന്നിട്ട് ടീ ഫാക്ടറിയിൽ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക്